പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 16 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. യുവാക്കളെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ലൈഫ് മിഷൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളുടെ പൂർത്തീകരണവും തുടർന്ന് പ്രവർത്തനങ്ങളും ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പുതിയ ഭരണസമിതിയുടെ പ്രഥമ ബജറ്റാണ് അവതരിപ്പിച്ചത്. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷാണ് അവതരിപ്പിച്ചത്. 16 കോടി 13 ലക്ഷത്തിൽ പരം രൂപ വരവും 15 കോടി 71 ലക്ഷത്തിൽ പരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനവും പഞ്ചായത്തിന്റെ തനത് വരുമാനവുമാണ് ബജറ്റിന്റെ അടിസ്ഥാനം. കോതമംഗലം താലൂക്കിൽ ഉൾപ്പെട്ട 17.14 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പഞ്ചായത്ത് സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തനത് വരുമാനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ്. എന്നിരുന്നാലും ഗ്രാമപഞ്ചായത്തിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്ന് പഞ്ചായത്തിൻ്റെ അനിവാര്യവും പൊതുവായതുമായ ചുമതലകൾ സർക്കാർ നിബന്ധനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിധേയമായി ഫലപ്രദമായി നിറവേറ്റുന്നതിനുള്ള ബഡ്ജറ്റ് രൂപീകരണത്തിനാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. ഈ ഗ്രാമപഞ്ചായത്തിലെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവും വരാത്ത വിധത്തിൽ എല്ലാ മേഖലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ലൈഫ് മിഷൻ, മാലിന്യമുക്തം നവകേരളം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും തുടർ പ്രവർത്തനങ്ങളും ഉറപ്പാക്കും. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലാഭകരമാക്കുന്നതിനുമുള്ള ഇടപെടലുകൾ നടത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാവർക്കും വീട് ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കും. വീടുകളുടെ മെയിൻ്റനൻസ്, തെരുവ് വിളക്കുകൾ, സ്ത്രീ ശാക്തീകരണം, പാലിയേറ്റീവ് പരിചരണം, ആരോഗ്യമേഖലയെ മെച്ചപ്പെടുത്തൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി എല്ലാ മേഖലകൾക്കും അർഹമായ പരിഗണന നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ കൂടി കൊണ്ടുവരുന്നതിന് മികവുറ്റ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാലിന് ഇൻസെൻറ്റീവ്, കാലിത്തീറ്റ വിതരണം എന്നിവയ്ക്കും തേനീച്ച കൃഷി, മുട്ട ഉൽപ്പാദനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് മിഷൻ എന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വ്യത്യസ്ത കാരണങ്ങളാൽ സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു കിടപ്പാടം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്ന ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. 14 മെമ്പർമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പഞ്ചായത്തിന്റെ വികസനം നല്ല രീതിയിൽ നടത്തുമെന്ന് ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് KP ജെയിംസ് പറഞ്ഞു. പദ്ധതി നിർവഹണത്തിലടക്കം ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കും. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. എല്ലാ സ്റ്റാഫുകളും വളരെ ഒത്തൊരുമയോടുകൂടി നമ്മുടെ ഈ പദ്ധതിയിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ 14 പേരും ഒരൊറ്റ മനസ്സോടുകൂടി നമ്മുടെ പോത്താനിക്കാട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനം നല്ല രീതിയിൽ നടത്തണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മറ്റെല്ലാം വെടിഞ്ഞ് നമ്മുടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. GTV ന്യൂസ്, പോത്താനിക്കാട്.